നമസ്കാരം എൻ്റെ എല്ലാ CBSE സ്റ്റുഡൻസ് 10th CBSE സ്റ്റുഡൻസിനും നമ്മളതിനെ ഫിസിക്സിന്റെ വളരെ കാര്യമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തരികയാണ്. അതായത് നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഇന്ന് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്ന ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലേ. ഇത് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരുപാട് പേർക്കുണ്ട്, സത്യസന്ധമായി നിങ്ങൾ കേൾക്കുന്നവർക്ക് അറിയാം, ഒരുപാട് പേർക്ക് അത് 9ാം ക്ലാസ് ആയാലും 10ാം ക്ലാസ് ആയാലും +1 ആയാലും +2 ആയാലും മുന്നോട്ട് ഏത് പോലും ന്യൂമറിക്കൽസ് ചെയ്യും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട്, അന്നേരം ഒരു ടെൻഷനും ഒരു പേടിയൊക്കെ എനിക്കും ഞാൻ പഠിക്കുമ്പോഴും ഒക്കെ ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളൂ. അല്ലാതെ അത് നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്, നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് എങ്ങനെയൊക്കെ ചെയ്യണം, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം, കൃത്യമായി മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണം. എന്നിട്ട് ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CBSEക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന കുറെ ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ പോവുകയാണ്. ഒരുപാട് നിങ്ങളെ അങ്ങ് ബോറടിപ്പിക്കത്തില്ല, എന്നാൽ വളരെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി അടിപൊളിയായിട്ട് പ്രോബ്ലംസ് ചെയ്യും. അന്നേരം നമുക്ക് പ്രോബ്ലംസിലോട്ട് കയറാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടുള്ള എല്ലാം ഓൺലൈൻ ക്ലാസ്സിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വിളിക്കാം, അതിനകത്ത് നമ്പറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നന്നായിട്ട് വിളിക്കുക, പ്രോബ്ലംസ് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ വാ. ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് വർഷം, എനിക്ക് തോന്നുന്നൊരു മിനിമം ഒരു 10 years 10 വർഷങ്ങളിൽ ചോദിച്ചൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇത് ചോദിച്ചേക്കുന്നത് 2 മാർക്കിന് വെച്ചിട്ടുണ്ട്. 2 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് 2 or 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, തുടങ്ങാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ പ്രോബ്ലം ചെയ്യാനുള്ളൊരു നല്ലൊരു രീതി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കുക, സമയമൊക്കെ കിട്ടും, നന്നായിട്ട് വായിക്കുക. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കൺസ്റ്റിറ്റ്യൂട്ടിംഗ് 1 coulomb ഓഫ് ചാർജ്. നിങ്ങൾ നോക്കുമ്പോൾ ഡേറ്റ് ആയിട്ട് ഒന്നും തന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും. 1 coulomb തന്നിട്ടുണ്ട്. 1 coulomb എന്ന് പറഞ്ഞാൽ ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് കൂളംബ്. കുളമ്പ് വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. നമ്മൾ ആലോചിക്കും ഏത് ഇക്വേഷൻ, നമ്മുടെ മനസ്സിൽ ആദ്യം അതാണ്, ഏത് ഇക്വേഷൻ വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഏത് ഇക്വേഷൻ, അത് പെട്ടെന്ന് ആലോചിക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ ഈ ചാപ്റ്ററിനകത്ത് ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇതാണ് ഇക്വേഷൻ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ആൻഡ് ഇക്വേഷൻ Q = NE. അതിനകത്ത് Q എന്ന് പറയുന്നത് ചാർജ് ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, E എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജിനെ പറയുന്ന ഒരു ഫണ്ടമെന്റൽ ചാർജ് എന്നാണ്. എന്ത് ചാർജാണ്? ഫണ്ടമെന്റൽ ചാർജിന് വാല്യൂ ഉണ്ട്, അതൊക്കെ പറയാം. നമുക്ക് N അല്ലേ കണ്ടുപിടിക്കുന്നത്, നമ്പർ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. N = Q/E. ക്ലിയർ ആയി? N കണ്ടുപിടിക്കണം, നമ്മൾ അത് എഴുതി. അത് ഇത്രയും വരെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 30% മാർക്ക് കിട്ടും. ഇക്വേഷൻ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതുക. N = Q/E. ഓക്കെ വാ. ഇനി ലെറ്റേഴ്സ് എല്ലാം നമ്മൾ Q എന്ന് പറയുന്നത് ചാർജ് തന്നിട്ടുണ്ട് 1 coulomb. നല്ല വൃത്തിയായിട്ട് യൂണിറ്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് എഴുതാം. 1 coulomb. ഓക്കെ, ഇത് രസമാണേ. ഇനി 1 coulomb ഓഫ് ചാർജ് ഇതാണ്. ഈ എത്രയാണ്? ഈയുടെ വാല്യൂ നിങ്ങൾ കാണാൻ അറിഞ്ഞിരിക്കണം, കാരണം ഈയുടെ വാല്യൂ തരണമെന്ന് നിർബന്ധം ഒരിക്കലും ഇല്ല. എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ഫണ്ടമെന്റൽ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻⁹ കൂളംബ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ ഏതെങ്കിലും ഒരു പവർ തെറ്റിയപ്പോൾ നമ്മൾ ഉത്തരം തെറ്റും. 1.6 × 10⁻⁻⁹ എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ഫണ്ടമെന്റൽ ചാർജ് മറക്കുകയും ചെയ്യരുത്. 1.6 × 10⁻⁻⁹ കൂളംബ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ താഴെ ചെയ്തു പോയത്, ഞാനിപ്പോ ബോർഡിലായതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ ഇക്വേഷൻ എഴുതുന്നു. N = Q/E. നമുക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് N = Q ന് പകരം 1 coulomb ഒന്നും കൊടുക്കണമെന്നില്ല, 1/E ക്ക് പകരം 1.6 × 10⁻⁻⁹. ഓക്കെ, അന്നേരം നോക്കിയേ 1/1.6 × 10⁻⁻⁹ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 0.625. കാൽക്കുലേറ്റർ വൃത്തിയായിട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1/1.6 നോക്കിയാൽ മതി.
ഇൻറ്റു ഈ 10⁻⁻⁹ മുകളിൽ വരുമ്പോൾ 10⁻⁹ കിട്ടും അല്ലേ. ഉദാഹരണം 1/a², മുകളിൽ പോകുമ്പോൾ a² മുകളിൽ പോകും. 1/10⁻⁻15 മുകളിൽ പോകുമ്പോൾ 10⁻15 ആവും. എന്നാൽ 1/10⁻15 മുകളിൽ പോയാൽ 10⁻⁻15 ആവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ഓർക്കുക. അന്നേരം 10⁻⁻19 മുകളിൽ പോയപ്പോഴത്തേന് 10⁻19 കിട്ടി. 1/1.6 എന്ന് പറഞ്ഞാൽ 0.625 ആണ്. കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് n വേണമെങ്കിൽ ഇത്രയും വരെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ ഒന്ന് 6 പോയിന്റ് ആക്കുവാണെങ്കിൽ 6 പോയിന്റ് ടെക്സ്റ്റ് എന്തൊക്കെ എങ്ങനെയാണ് 6.25 ഇൻറ്റു 10⁻19 ഇത്ര എഴുതിയാൽ ശരിയാണ്. യൂണിറ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാൽ പോലും എന്തുകൊണ്ട് പിടിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് 6.25 ഇൻറ്റു 10⁻19 ഇലക്ട്രോൺസ് എന്ന് എഴുതിയാൽ കറക്റ്റ് ആണ്. എത്ര സിമ്പിൾ ഹംബിൾ 3 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാൻ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ ചൂസ് ചെയ്യുക, വാല്യൂസ് എഴുതുക. വാല്യൂസ് കൃത്യമായിട്ട് ഒരിക്കലും മാർജിനിൽ ഒന്നും വാല്യൂസ് എഴുതരുത്. അവർ വെട്ടിക്കളയും, എക്സാമിനേഴ്സ് വെട്ടിക്കളയും. മാർജിനിൽ എഴുതുകയോ നമ്മുടെ മെയിൻ ഷീറ്റിൽ വൃത്തിയായിട്ട് എഴുതുക. എന്നിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉത്തരത്തിലോട്ട് വരിക. ഇത്രയും ലാസ്റ്റ് ഉത്തരം തെറ്റിയാലും നിങ്ങൾക്ക് 3 മാർക്ക് ലഭിച്ചാണെങ്കിൽ 2.5 മാർക്ക് 2 മാർക്കോളം കിട്ടും. അന്നേരം 10 വരെ കറക്റ്റ് ആയിരിക്കണം. ഉത്തരം നിങ്ങൾക്ക് തെറ്റത്തുമില്ല. നല്ല കോൺഫിഡൻസ് ആക്കി നമ്മൾ ഓരോ ദിവസവും നിങ്ങളെ കൊണ്ടുവരും. ഓക്കെ, അന്നേരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അന്നേരം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ, കട്ട് ആൻഡ് ക്ലിയർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Calculate the current in a circuit if 500 coulomb of charge pass through it in 10 minutes. അന്നേരം കാൽക്കുലേറ്റ് ആദ്യം നമുക്ക് തരായിരിക്കും. കാൽക്കുലേറ്റ് ദി കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം അത് മനസ്സിലായി, കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. 500 കൂളം യൂണിറ്റ് വെച്ച് നമുക്കറിയാം. 500 കൂളം എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ്. അന്നേരം ചാർജ് ആണ് 500 എന്ന് പറയുന്നത്. പാസ് ത്രൂ ഇറ്റ് ഇൻ 10 minutes. 10 minutes 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 minutes എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ, എന്നാലും നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ട്? Q is equal to 500 coulomb. Okay. Time T is equal to 10 minutes. അവിടെ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? മിനിറ്റ്സ് കിട്ടല്ലേ ചെയ്യണ്ടേ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന ടൈമിന്റെ സെക്കൻഡ് ആണ്. അപ്പൊ ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൂളംബ് ആണ്. അതുപോലെ ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അന്നേരം 10 മിനിറ്റ്സിന് നമ്മൾ സെക്കൻഡ് ആണ്. കൺവേർട്ട് ചെയ്ത് നമുക്ക് ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും. ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. ഇപ്പം 1 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 1 മിനിറ്റ് സെക്കൻഡ് ആണെങ്കിൽ 1 × 60 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ 5 മിനിറ്റ്സിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മിനിറ്റ് 1 × 60. 5 മിനിറ്റ് ആണെങ്കിൽ 5 × 60 എന്ന് പറഞ്ഞാൽ 300 സെക്കൻഡ്സ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ T is equal to 10 minutes സെക്കൻഡ് ആകണമെന്നുണ്ടെങ്കിൽ 10 × 60 എന്ന് പറഞ്ഞാൽ എത്ര? 600. ഇതിനൊന്നും കാൽക്കുലേറ്റർ ആവശ്യമില്ല. കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്ത് പഠിക്കണം കേട്ടോ. 600 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? കറണ്ട് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ച ടോപ്പിക്കാണ്. ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. I is equal to Q/T. I is equal to Q/T. I is equal to Q ന് പകരം കൊടുക്കണം 500 by ടൈമിന് പകരം 600 അല്ലേ? I is equal to 0 0 0 0. വെട്ടി കളിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. പോയല്ലോ 5/6. 5/6 കിട്ടുമ്പോൾ ഏകദേശം 0. നിങ്ങൾ ചെയ്ത് നോക്കുക 83 എന്ന് കിട്ടും. 83 രണ്ട് ഡിജിറ്റ് മതി. 0.83. കറണ്ടിന്റെ യൂണിറ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എഴുതും. ലാസ്റ്റ് എന്ത് ചെയ്യും? യൂണിറ്റ് അങ്ങ് കളയും. യൂണിറ്റ് മാർക്ക് കുറയ്ക്കും. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും. യൂണിറ്റ് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. അന്നേരം കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കഴിഞ്ഞ ദിവസം പഠിച്ചു ആംപിയർ. ക്ലിയർ? അന്നേരം നമ്മള് രണ്ടാമത്തെ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്തു. നമ്മളിപ്പോ പഠിപ്പിച്ചത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. കുറച്ചുകൂടെ ടഫായിട്ടുള്ള പ്രോബ്ലംസിലൂടെ ഞാൻ കയറി പോകും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ,
നമുക്ക് അടുത്ത പ്രോബ്ലം കിട്ടുമോ? ഓക്കെ വാ. അതെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം, ആദ്യത്തെ പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം എല്ലാം ക്ലിയർ ആയില്ല. ഓക്കെ, പ്രോബ്ലംസ് ആണ്. ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു. ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ്, ഹൗ മച്ച് വർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 2 coulomb across 2 points having a potential difference of 12 volt. അന്നേരം 2 coulomb എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയാം എന്താണ് കുളം എന്ന് പറയുന്നത്. ചാർജിന്റെ യൂണിറ്റ് ആണെന്ന് പറയാം. Q is equal to 2 coulombs. Okay. Having a potential difference denominator 12 volt എന്ന് പറയുമ്പോൾ തന്നെ പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ V is equal to 12 volt. വർക്ക് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് V is equal to W by Q. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് V is equal to W by Q. അതിൽ നിന്ന് നമുക്ക് വേണ്ട എന്താണ്? വർക്കാണ് വേണ്ടത്. W is equal to സിമ്പിൾ ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി V into Q. എന്ത് ഈസി ആയിട്ട് ചെയ്യാം. W is equal, ഇതാണ് നിങ്ങൾ പ്രോബ്ലം. എത്ര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന രീതിയും നമ്മൾ പഠിക്കുന്ന മെത്തേഡുമാണ്. അന്നേരം Q is equal to W is equal to V ക്ക് പകരം കൊടുക്കാം 12 into Q ന് പകരം 2. കാൽക്കുലേറ്റർ വേണോ? 12 into 2 എത്ര? 24. അവിടെയും എന്ത് വേണം? യൂണിറ്റ് വേണം. വർക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ജൂൾ 24 ജൂൾ. ക്ലിയർ ആയി? നിങ്ങൾ നോക്കിയേ, ഇത് ഞാൻ മൂന്ന് പ്രോബ്ലംസ് ചെയ്തു. മൂന്നും നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് വ്യത്യസ്തമായുള്ള 3 പ്രോബ്ലംസ്, ഡിഫറെന്റ് ആയിട്ടുള്ള 3 പ്രോബ്ലംസ് ചെയ്യിപ്പിച്ചു. ഈസി ആയിട്ട് പഠിക്കാം. എത്ര ടഫായാലും ഞാൻ ചെയ്യിപ്പിക്കും. ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾ കേരളത്തിലുള്ള കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്ത് കാണുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാണുന്ന കുട്ടികൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മണി അടിച്ച് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടും ആഴ്ചയിൽ. നല്ല വൃത്തിയായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഫുൾ മാർക്ക് നമുക്ക്. ഫിസിക്സ് എന്ന് പറയുന്നത് ടഫാണ്, സിമ്പിളാണ്, പവർഫുള്ളാണ്. നമുക്ക് സിമ്പിളാക്കി പവർഫുൾ ആക്കി അങ്ങനെ പഠിക്കണം. ഇഷ്ടപ്പെടണം ഫിസിക്സ്, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഓക്കെ, ബൈ ബൈ, സീ യു.